ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് സാർ. നമസ്കാരം. ഡോക്ടർ TPS സാറ് വേണ്ട. ശരി, ഓക്കെ. ഇവര് രണ്ടുപേരും 10th ഈ അടുത്ത 10th അപ്പൊ ട്യൂഷനൊക്കെ തുടങ്ങി. ഈ വർഷം ട്യൂഷനൊക്കെ കൊടുത്തു. അപ്പം ഇവർക്ക് +2 കഴിഞ്ഞിട്ട്, +2 തന്നെ ഇപ്പം നമ്മള് നീറ്റിനും ഒക്കെ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ ഉള്ള ഒരു ഇതിലായിരുന്നു നേരത്തെ തൊട്ടേ. 8th സ്റ്റാൻഡേർഡ് തൊട്ടേ ഇങ്ങനെയൊക്കെ ഒരു തീരുമാനമൊക്കെ ആയിരുന്നു. പക്ഷെ അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ എന്താണ് ഇവരുടെ ഫ്യൂച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയുന്ന, സാറ് പറഞ്ഞ പോലെ +2 ശേഷം എന്നാണ് അവര് പറയുന്നത്. എങ്കിലും നമ്മുടെ പഠിത്തത്തിൽ നമ്മൾ എന്തൊക്കെ ആണ് ശ്രദ്ധിക്കേണ്ട, ഇതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു സാറിന് ഞാൻ മെസ്സേജ്. 10th ക്ലാസ് എത്തിയതല്ലേ ഉള്ളൂ. അതെ അതെ. 10th കഴിഞ്ഞിട്ട് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ ഓപ്ഷൻ എടുത്തിട്ട് +1 +2 പഠിക്കുക. ഇപ്പോ സോഷ്യൽ സയൻസും ഒക്കെ പഠിക്കണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എടുത്ത് എല്ലാ എൻട്രൻസും എഴുതും. എന്നിട്ട് എവിടെയാണ് കിട്ടുന്നതെന്നനുസരിച്ച് തീരുമാനിക്കായിരിക്കും നല്ലത്. കാരണം ഇപ്പൊ തന്നെ നമ്മള് ഇന്നതാവണ്ട, എൻട്രൻസ് എഴുതണ്ട എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞ് പിന്നെ എഴുതുന്നെന്ന് തോന്നിയ പിന്നെ രക്ഷയില്ലല്ലോ. ഇപ്പൊ ബയോളജി വേണ്ട, എനിക്ക് എഞ്ചിനീയറിംഗ് മതി, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് വേണ്ട, ബയോളജി മതി എന്നൊക്കെ വിചാരിച്ചു എന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള കുറെ കുട്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരെന്ത് ചെയ്യുന്ന വിചാരിച്ചാൽ ബയോളജിക്ക് എടുത്ത് ഡോക്ടർ ആകുമ്പോഴാണ് മനസ്സിലാവുക, അയ്യോ മാത്സ് വിട്ടത് അബദ്ധമായി. കാരണം പിന്നെ മാത്തമാറ്റിക്സ് വരും. ഏതെങ്കിലും ടെക്നോളജി എടുത്ത് പഠിക്കുമ്പോഴായിരിക്കും കുറച്ച് കഴിയുമ്പോൾ ബയോളജി ടെർമിനോളജീസ് വരും, ബയോളജി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജോലി വരും, അപ്പോഴും പെട്ടുപോകും. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ബേസിക് ആയിട്ട് എത്ര വരെ പഠിക്കാൻ പറ്റുമോ അത്ര വരെ പഠിക്കണം. അത് ഇന്നത്തെ സ്ഥിതി അനുസരിച്ച് +1 +2 വരെയാണ്. ആ +1 +2 വരെ പഠിച്ചാൽ നിങ്ങൾക്ക് ഏത് ബ്രാഞ്ചിലേക്കും ബ്രാഞ്ച് ഔട്ട് ചെയ്യാം. നാളെ കൊമേഴ്സ് വേണം, കൊമേഴ്സ് എടുക്കാം, BCom വേണമെങ്കിൽ എടുക്കാം, MBA എടുക്കാം. ഞാൻ മാത്തമാറ്റിക്സാണ് പഠിച്ചത്. ഞാൻ MBA പഠിച്ചു, ലോ പഠിച്ചു, ഇതൊക്കെ പഠിക്കാൻ പറ്റും. നമ്മൾ ആദ്യം തന്നെ കൊമേഴ്സ് സ്ട്രീം, ഹ്യൂമാനിറ്റി സ്ട്രീമിലൊക്കെ പോയാലോ ഒരിക്കലും ജീവിതത്തിൽ മാത്സ് പഠിക്കാൻ പറ്റില്ല, ബയോളജി പഠിക്കാൻ പറ്റില്ല, ഫിസിക്സ് പഠിക്കാൻ പറ്റില്ല, കെമിസ്ട്രി പഠിക്കാൻ പറ്റില്ല. എല്ലാ പിള്ളേരോടും ഞാൻ പറയാനുള്ളത്, പഠിക്കാൻ പറ്റും, ബുദ്ധിയുണ്ട്, അതിനുള്ള കഴിവുണ്ടെങ്കിൽ മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും 12ാം ക്ലാസ് വരെ വിടാതിരിക്കുക. കാരണം ഇപ്പൊ ഡിസിഷൻ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ ഈ ഒരു ചോദ്യം. ഇപ്പൊ ചിലർ 10ാം ക്ലാസ് കഴിയുമ്പോൾ വിചാരിക്കും എനിക്ക് എക്കണോമിക്സ് പഠിച്ചാൽ മതി. കുഴപ്പമില്ല, പക്ഷെ എക്കണോമിക്സും മാത്സും പഠിക്കണം. മാത്തമാറ്റിക്സ് ഇല്ലാതെ എക്കണോമിക്സ് പഠിച്ചാൽ മാസ്റ്റേഴ്സ് ലെവലിലേക്ക് വരുമ്പോൾ പിന്നെയും പെട്ടുപോകും. അപ്പൊ +1 +2 കഴിഞ്ഞിട്ട് ആലോചിക്കായിരിക്കും നല്ലത്. ഇനി 10th കഴിയുമ്പോൾ ഒരു വർഷവും കൂടി ഉണ്ട്. പിന്നെ ഞാൻ ഇപ്പൊ ഏത് സിലബസ് ആയാലും കുഴപ്പമില്ല, സെൻട്രൽ സിലബസ് ആയാലും സ്റ്റേറ്റ് സിലബസ് ആയാലും CBSE ആയാലും ഏത് ഇന്റർനാഷണൽ സിലബസ് ആയാലും ഓരോ ടെർമിനോളജി എടുത്തിട്ട് പഠിക്കുക. അതിൻ്റെ അർത്ഥം അത് നമ്മൾ 10 പ്രാവശ്യം കേട്ടാലൊന്നും കൃത്യമായിട്ട് മനസ്സിലാവില്ല. ഈ പിള്ളേരെ ട്യൂഷന് വിടുന്നത് എന്തിനാ? ഒരു പ്രാവശ്യം കൂടി കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് അറിയാത്ത ഭാഷയിൽ ഞാൻ 4 പ്രാവശ്യം സംസാരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടത്. അപ്പൊ കുട്ടികൾക്ക് അത്യാവശ്യമായിട്ട് സമയം വേണ്ടത് ഓരോ വാക്കുകളും എടുത്ത് അതിന്റെ ഡിക്ഷണറി അർത്ഥം മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ പോളിനോമിയൽ എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടാവും മക്കള്, ആൾജിബ്ര എന്ന് കേട്ടിട്ടുണ്ടാവും, ജോമെട്രി എന്ന് കേട്ടിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം ഇതുവരെ നോക്കിയിട്ടുണ്ടോ ഡിക്ഷണറിയിൽ? നോക്കണം. ട്രാൻസിസ്റ്റർ എന്ന് കേട്ടിട്ടുണ്ട്, റെസിസ്റ്റൻസ് എന്ന് കേട്ടിട്ടുണ്ട്, ഗ്രാവിറ്റി എന്ന് കേട്ടിട്ടുണ്ട്, റിയാക്ഷൻ എന്ന് കേട്ടിട്ടുണ്ട്, പിന്നെ ഓസ്മോസിസ് എന്ന് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇതെന്താന്ന് കൃത്യമായിട്ട് ചോദിച്ചാൽ നമുക്കറിയില്ല. അതിന്റെ ഡെഫിനിഷൻ ബൈഹാർട്ട് പഠിച്ചിട്ട് എക്സാമിന് എഴുതും, കുഴപ്പമൊന്നുമില്ല, മാർക്ക് കിട്ടും. പക്ഷെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ കുറച്ചും കൂടി ഇന്നറായിട്ട് പോകും. ഓക്കെ, ഡിക്ഷണറി മുമ്പിൽ വെക്കുക. എല്ലാ സബ്ജക്റ്റും വായിക്കുമ്പോൾ, അത് പിന്നെ സോഷ്യൽ സയൻസ് ആയാലും ഡിക്ഷണറി വെച്ചും പഠിക്കണം. മനസ്സിലായോ? അപ്പൊ നമ്മൾക്ക് കുറേ ടെക്നോളജിക്കൽ ടേംസ് സോഷ്യൽ സയൻസിൽ വരും. എന്റെയൊക്കെ അർത്ഥം അറിയോന്ന് ചോദിച്ചാലോ വലിയ ബുദ്ധിമുട്ടാവും. വാട്ട് ഡസ് ഇറ്റ് മീൻ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണ്ട. ന്യൂസ് കേൾക്കുന്ന സമയത്ത് കുറേ ടെർമിനോളജീസ് കേൾക്കും. ഇതെന്താന്ന് അറിയണ്ടേ?
ഇപ്പോൾ സോഷ്യൽ സയൻസിലുള്ള എല്ലാ ചാപ്റ്ററിന്റെ ഹെഡിങ് വായിച്ചിട്ട് അതിന്റെ അർത്ഥമെങ്കിലും മനസ്സിലാക്കുക. അതുപോലെ എല്ലാ വിഷയവും അത്യാവശ്യമായിട്ട് വേണ്ടത്. അത് ഓൺലൈൻ നോക്കുകയാണെങ്കിൽ wordhippo.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. wordhippo.com. ആ വെബ്സൈറ്റിലാണെങ്കിൽ എല്ലാത്തിൻ്റെ അർത്ഥം കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. WORDHIPPO hippo.com. ഡിക്ഷണറിയിൽ നോക്കിയിട്ട് അർത്ഥം മനസ്സിലാക്കണം. അങ്ങനെ ബേസിക് ആയിട്ട് പഠിക്കുക. 11th and 12th മാർക്ക് കിട്ടാനൊന്നും ബുദ്ധിമുട്ടില്ല. മിക്കവാറും കുട്ടികൾക്കൊക്കെ പറ്റുന്നത് അർത്ഥറിയാതെ പഠിക്കും, ബൈഹാർട്ട് പഠിക്കും. ഇപ്പം 11th ബയോളജി പഠിക്കുമ്പോൾ കുറേ ടെർമിനോളജീസ് വരും. ബയോളജി ബോട്ടണിയിലെ ടെർമിനോളജീസ് വരും. ഇതൊന്നും ഓർക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ അർത്ഥം അറിഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം മനസ്സിലാവും. അതുപോലെ സാറേ ഇവരുടെ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാല്, കുഴപ്പമാണോ അത് ഇവര് പരീക്ഷയുടെ ഒരാഴ്ചക്ക് മുമ്പ് പഠിക്കുന്ന ഒരു പ്രകൃതമാണ്. അല്ല, അതെന്താ കാരണം എന്ന് വെച്ചാല് അത്ര പഠിച്ചാലും നമുക്ക് +1 ഫുൾ മാർക്ക് കിട്ടും. വരാവുന്ന ചോദ്യങ്ങൾ കേരളത്തിൽ ഫുൾ A+ കിട്ടിയിട്ടുള്ള കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അവരുടെയൊക്കെ ഭാവിയിൽ അവരെന്തായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ആയിട്ടുണ്ടാവില്ല. അപ്പൊ മാർക്ക് കിട്ടാൻ എക്സാം എഴുതാൻ അത്രയൊക്കെ മതി, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ വിവരം ഉണ്ടാവണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ അർത്ഥം മനസ്സിലാക്കി കൃത്യമായി ഓരോ ചാപ്റ്ററും വായിക്കുമ്പോൾ ആ ചാപ്റ്ററിന്റെ എസൻസ് ഒരു പേജിലെങ്കിലും എഴുതാൻ പറ്റും. അതെന്താണെന്ന് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ ഒരു പേജ് വായിക്കുമ്പോൾ ഒരു പാരഗ്രാഫെങ്കിലും ഒരു 4 ലൈനെങ്കിലും എഴുതാൻ പറ്റണം. ഓരോ ലൈൻ വായിക്കുമ്പോഴും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എഴുതി വെക്കാൻ പറ്റണം. ആ പോയിന്റിന്റെ അർത്ഥം മനസ്സിലാക്കണം. അങ്ങനെ പഠിച്ചുണ്ടാക്കണമെങ്കിൽ കുറേ സമയമെടുക്കും. പിന്നെ അത് മാത്രമല്ല, അതിന് സപ്ലിമെന്റ് ആയിട്ടുള്ള കുറേ നോളജ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ആദ്യം മനസ്സിലാക്കേണ്ടത് 10th ക്ലാസ്സിൽ ഉള്ള എക്സാമിനേഷൻ എഴുതിയിട്ട് മാർക്ക് മേടിക്കുന്നത് 10th മാർക്ക് മേടിക്കാൻ മാത്രമല്ല, നാളെ ഏത് UPSC IASന്റെ എക്സാം വരുമ്പോഴും 10th സിലബസാണ്. ഏത് ജോബിന് പോകുന്ന സമയത്തും PSC എക്സാം എഴുതുമ്പോഴും 10th സിലബസാണ്. അപ്പൊ ഇപ്പൊ പഠിക്കുന്നത് എക്സാമിനേഷന് തലേദിവസം പഠിച്ചാൽ മാർക്ക് കിട്ടും. പക്ഷെ അങ്ങനെ പഠിച്ചാൽ നാളെ BTechോ അല്ലെങ്കിൽ BSCയോ BAയോ BComോ എന്തൊക്കെ പഠിച്ച് ഗവൺമെന്റ് ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും, ഞാനൊക്കെ ഈ അവസാനം ജോലി ചെയ്തിട്ടുള്ളത് ക്യാമ്പസ് ടു കോർപ്പറേറ്റ് എന്ന് പറഞ്ഞ പേപ്പർ പഠിപ്പിച്ചിട്ടുണ്ട്. കോർപ്പറേറ്റ് ജോലി കിട്ടണമെങ്കിൽ എന്ത് പഠിക്കണം? ആ സിലബസ് ഫുൾ 10th ക്ലാസ്സാണ്. പക്ഷെ അത് പഠിപ്പിക്കുന്ന MBA BBA BTech MTech വരെയൊക്കെയാണ്. അപ്പൊ അവിടെ ചോദിക്കുന്ന ചോദ്യം മാത്തമാറ്റിക്സ് തന്നെയാണ്. പക്ഷെ നമ്മുടെ സ്പീഡിൽ എഴുതിയാൽ പോരാ. നമ്മുടെ സ്പീഡിൽ ആൻസർ ചെയ്തിട്ട് കാര്യമില്ല, അതിന്റെ ഡബിൾ സ്പീഡിൽ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്പീഡിൽ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും എഴുതാനും നമുക്ക് ഒരു പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാവില്ല, 10 പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാവും. അത്രയും സമയം ചെലവഴിക്കണ്ടേ? നമ്മൾ മന്ത്രിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് സീനിയർ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ 10 പ്രാവശ്യം കേൾക്കാനോ 10 പ്രാവശ്യം വായിക്കാനോ സമയം തരില്ലല്ലോ. ഒരു പ്രാവശ്യം വായിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിവ് വേണ്ടേ? അപ്പൊ നിങ്ങൾ എത്രത്തോളം റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നോ അത്രത്തോളം മണ്ടന്മാരാണ്. കൃത്യമായി വായിച്ച് മനസ്സിലാക്കി അർത്ഥം മനസ്സിലാക്കിയിട്ട് ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ മനസ്സിലാക്കാനുള്ള കഴിവാണ് ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള റിപ്പീറ്റഡ് പഠിപ്പിക്കുന്ന ട്യൂഷൻ സെന്ററുകളോട് എനിക്ക് യാതൊരു താല്പര്യമില്ല. കാരണം അങ്ങനെ പഠിപ്പിക്കുന്ന മാഷന്മാർ പോലും വേറെ പണിയില്ലാത്തോട് ചെയ്യുന്നതാണ്. നല്ല വിവരമുള്ള ആൾക്ക് വേറെ ജോലി കിട്ടുമല്ലോ, പിന്നെ എന്തിനാ ഈ പഠിക്കാൻ നടക്കണം? ശരിക്കും ആവശ്യമില്ല. ഒരു കാര്യം എന്താ വെച്ചാല്, ട്യൂഷന് പോകുന്ന സമയത്ത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ കുറയും. ഒരു പ്രാവശ്യം കൂടി കേൾക്കുമല്ലോ, അപ്പൊ ആലോചിച്ചാൽ പറയുന്നത്. അപ്പൊ റിപ്പീറ്റേഷൻ ഈസ് നോട്ട് ഗുഡ്. സ്കൂൾ തുടങ്ങുന്നവരെയൊക്കെ കൊള്ളാം, അത് കഴിഞ്ഞ് ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ യു ഷുഡ് പ്രിപ്പയർ. ശരിക്കും പഠിക്കേണ്ടത് 30 points ടു സ്റ്റുഡൻസ്, 20 points ടു പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ്. ഡോക്ടർ TPS എന്നൊരു ബ്ലോഗ് ഉണ്ട്, ബ്ലോഗിൽ പോയി നോക്കുക. 30 points ടു സ്റ്റുഡൻസ്, 20 points ടു പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ്. അപ്പോൾ നമ്മൾ ഓരോ സംഭവവും പഠിക്കുമ്പോൾ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് പ്രിപ്പയർ ചെയ്യുക.
ഇപ്പം എന്നെ കേൾക്കാൻ വരുന്ന സമയത്ത് ഞാൻ ആരാണെന്ന് അറിഞ്ഞ് എവിടെയൊക്കെയോ കേട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഗൂഗിളിലൊക്കെ നോക്കി എന്നെ മനസ്സിലാക്കിയിട്ടാണ് വരുന്നുണ്ടെങ്കിൽ യു വിൽ ഹാവ് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. ആദ്യമായിട്ട് ഇങ്ങനെ കയറി സംസാരിക്കുന്ന ഒരാളടുത്ത് ഒന്നും ചോദിക്കാനുണ്ടാവില്ല. അപ്പം നമുക്കൊരു മിനിമം നോളജ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അത്തരം പ്രിപ്പറേഷൻ സാധാരണഗതിയിൽ നമ്മൾ സിനിമക്ക് പോകുമ്പോൾ പോലും പ്രിപ്പയർ ചെയ്യും. സിനിമയുടെ പേരെന്താണ്, ആരാണ് അഭിനയിച്ചത്, അല്ലേ? തുടരുന്നുള്ള സിനിമ ആരാ അഭിനയിച്ചതെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയുമല്ലോ. ഏകദേശം കഥ അറിയാം, പാട്ടറിയാം, ഒക്കെ നമുക്കറിയാം. എന്നിട്ടാണ് സിനിമക്ക് പോകുന്നത്. അപ്പം നമ്മൾ ക്ലാസ്സിൽ കേൾക്കാൻ പോകുമ്പോൾ, ഫിസിക്സ് കേൾക്കാൻ പോകുമ്പോൾ ആ ചാപ്റ്റർ പോലും കേട്ടിട്ടുണ്ടാവില്ല. പുതിയതായിട്ടുള്ള അനുഭവമാണ്, അത് പാടില്ല. നമുക്കും വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ പ്രിപ്പയർ ചെയ്തിട്ട് പോവാം. അങ്ങനെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എല്ലാ ദിവസവും വായിക്കണ്ടേ? അപ്പം നാളെ എടുക്കാൻ പോകുന്ന ക്ലാസ് ഫുൾ പഠിച്ചിട്ട് നമ്മൾ ക്ലാസ് പോയി ഇരുന്നാൽ എങ്ങനെ ഇരിക്കും? മാഷ് പറ, ഞാൻ കേൾക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം പഠിച്ചു, മാഷ് പറയുമ്പോൾ ഒരു പ്രാവശ്യം കേട്ടു, അത് കഴിഞ്ഞ് പിന്നെ ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞ് ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാം, ഷെയർ ഇറ്റ് ടു യുവർ ഫ്രണ്ട്, ഷെയർ ഇറ്റ് ടു സംബഡി എൽസ്, ആസ്ക് ദം ടു ആൻസർ ഇറ്റ്. ആൻസർ ചെയ്തിട്ട് അത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാം. ആ ടെക്നിക്സ് ആണ് 30 points ടു സ്റ്റുഡൻസ്, 20 points ടു പാരൻസ് ആൻഡ് ടീച്ചേഴ്സ്. എങ്ങനെ പാരൻസിനും ടീച്ചേഴ്സിനും മക്കളെ ഹെൽപ്പ് ചെയ്യാന്നുള്ള തരത്തിൽ ഞാൻ എഴുതിയിരിക്കുന്നത്. എളുപ്പമാണ്, പഠിക്കാനും വായിക്കാനൊക്കെ എളുപ്പമാണ്. പക്ഷെ അത്തരത്തിൽ പഠിക്കണം, അപ്പോഴേ നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും. നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുകയാണ് വേണ്ടത്. മാർക്കൊക്കെ വരും, മാർക്കിന് വലിയ ബുദ്ധിമുട്ടൊന്നുണ്ട്. ഈ പരീക്ഷ സമയത്ത് ഈ ഓവറായിട്ടുള്ള ടെൻഷൻ, പിന്നെ സ്ട്രെസ്, വെളുപ്പിനൊക്കെ എഴുന്നേറ്റുള്ള 3 മണി 2:30 എഴുന്നേക്കും. ഞാൻ ചോദിക്കട്ടെ, സ്ഥിരമായിട്ട് നീന്തുന്ന ഒരാൾക്ക് വെള്ളത്തിൽ ചാടുമ്പോൾ ടെൻഷൻ ഉണ്ടാവും? അതാ ഞാൻ പറഞ്ഞ, ഓരോ ചാപ്റ്ററും കഴിയുമ്പോൾ ആൻസർ എഴുതുക, ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുക. ഏറ്റവും നല്ല സ്റ്റുഡന്റിന്റെ കഴിവ് ഏറ്റവും നല്ല ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുക. അപ്പൊ ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ഉണ്ടാക്കി ഗസ് ചെയ്തിട്ടാണ് എക്സാം ഹാളിൽ പോയിരിക്കുന്നത് ഇരിക്കാം. ഓരോ ക്വസ്റ്റ്യൻ കാണും, ഇത് ഞാൻ ഗസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണെന്നുള്ളൊരു ബോധം ഉണ്ടാവില്ല. ആദ്യമായിട്ട് കാണുന്ന ഒരു സംഭവമ്പോഴല്ലേ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ എനിക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറിയാം, പിന്നെ ആൻസർ അറിയുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇപ്പൊ പ്രിപ്പയർ ക്വസ്റ്റ്യൻസ്, അത് സ്വന്തം ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ട് ഷെയർ ചെയ്യുക, അത് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കിട്ടുക. അതാണ് ഞാൻ പറഞ്ഞത്, ദാറ്റ് ഈസ് ഹൗ യു ഷുഡ് കംപ്ലീറ്റ് യുവർ. ഒരു ചാപ്റ്റർ തീർന്നു എന്നപ്പോൾ പറയാം, ഞാൻ അതിനകത്ത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കി, മറ്റൊരാൾ ആൻസർ എഴുതി, ആ ആൻസർ ഷീറ്റ് ഞാൻ വായിച്ചു നോക്കി ഇവാലുവേറ്റ് ചെയ്യുന്നു. ആ ഒരു ക്രമത്തിൽ പഠിക്കുകയാണെങ്കിൽ ഒരിക്കലും ഭയം ഉണ്ടാകും. ദാറ്റ് മീൻസ് യു ആർ റൈറ്റിംഗ് എക്സാം സോ മെനി ടൈംസ്. എത്ര പ്രാവശ്യം നമുക്ക് എക്സാം എഴുതാൻ പറ്റുമോ അത്രയും പ്രാവശ്യം എക്സാം എഴുതുമ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് കൂടുക. ഇപ്പൊ കോൺഫിഡൻസ് ഉണ്ടാക്കാൻ എളുപ്പമാണ്. എനിക്ക് അറിയുന്ന വഴിയിലൂടെ സൈക്കിൾ ഓടിക്കാൻ എനിക്ക് കോൺഫിഡൻസിന്റെ കുറവുണ്ടാവില്ല. അറിയാത്ത വഴിയിൽ പോകുമ്പോഴല്ലേ ഒരു ഭയം. നമ്മുടെ എന്റെ വീഡിയോയിലെ പാകിസ്ഥാൻ ഡോക്ടർ TPS അടിച്ചു നോക്കാം. DRTPS കണ്ടിന്യൂസ്. യുദ്ധത്തിനെ കുറിച്ചൊന്നുമല്ല പറയണത്. DRTPS കണ്ടിന്യൂസ്, ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ DRTPS പാകിസ്ഥാൻ അടിച്ചു നോക്കുക. നിങ്ങൾക്ക് കാണാം, ചെറിയ പ്രായത്തില് 4ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഗ്രാജുവേഷനും ടീച്ചർമാരും ഡോക്ടർ TPSനോട് കുറേ ചോദ്യങ്ങളുമായിട്ട് വരും. അവർക്കൊക്കെ ചോദ്യങ്ങളും പഠിക്കാൻ ആഗ്രഹമുണ്ട്. കേരളത്തിലോ ഇന്ത്യയിലോ ഒരു കുട്ടിക്കെങ്കിലും, ഇപ്പൊ അമ്മ പറയണ്ടല്ലോ ചോദിക്കൂന്ന്, ഒരു ചോദ്യങ്ങളുള്ള ഒരു കുട്ടിയെങ്കിലും കാണാൻ ഇന്ത്യയിലെ മക്കള് പാകിസ്ഥാനിലെ മക്കളെക്കാളും മോശമാണെന്ന് ഞാൻ പറയും. കാരണം അവർക്ക് ആഗ്രഹമുണ്ട് പഠിക്കാൻ. അവർ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ കേൾക്കണം. അവരെന്തൊക്കെയാ ചോദിക്കുന്നത്, അവരെത്ര ബെസ്റ്റായിട്ടാണ് ഇംഗ്ലീഷ്. അത് മക്കള് മാത്രമല്ല, ഒരു 7ാം ക്ലാസ്സിൽ എങ്ങാണ്ട് ഒരു മകൻ ചോദിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരുടെ ഉമ്മ എനിക്ക് മെസ്സേജ് അയക്കുകയാണ്, ഞാനും ഇന്റർവ്യൂ ചെയ്തോട്ടെ ഡോക്ടർ TPSന്. അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്യാം, പക്ഷെ എനിക്ക് ഉറുദുവിലെ സംസാരിക്കാനല്ലോ, അറബിക്കിലേ അറിയുള്ളൂ, ഹിന്ദി കുറച്ചേ അറിയുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു ഇംഗ്ലീഷിലാണെങ്കിലേ ചോദിക്കാൻ പറ്റുള്ളൂ. ഹിന്ദിയൊക്കെ എനിക്ക് അറിയാം, പക്ഷെ കുഴപ്പമില്ല, പക്ഷെ ഹിന്ദിയിൽ ചോദിക്കാം, പക്ഷെ ഇംഗ്ലീഷിലെങ്കിലും ഒരു ചോദ്യമെങ്കിലും ചോദിക്കണമെന്നോ. അപ്പം എന്നോട് പറഞ്ഞത് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരാം, ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ബൈ ഹാർട്ട് പഠിച്ചിട്ട് എന്നോട് ചോദിച്ചു.
അതും ഉണ്ട് അതിനകത്ത്. അതെ അത്രയും മനക്കെടും. നമ്മുടെ മക്കൾക്കൊന്നും ഒരു താല്പര്യമില്ല, ലാവിഷ് ആയിട്ടാ ജീവിക്കണം. അതുകൊണ്ടാണ് അതെ അതെ. ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടില്ല. ഇപ്പം എനിക്ക് ഈ ഒരു ടെൻഷൻ ഉണ്ട്, കാരണം ലാംഗ്വേജ് ഒരു പ്രശ്നമാണ് നമ്മളുടെ. ഇപ്പൊ സ്കൂളിൽ തന്നെയാണെങ്കിലും നമ്മുടെ ലാംഗ്വേജിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. നമ്മുടെ ലാംഗ്വേജ് ഇമ്പോർട്ടൻസ് അല്ല. ഇപ്പൊ ഞാനിപ്പം കേരളത്തിലെ ഒരു പ്രസിദ്ധ കോച്ചിങ് ട്യൂഷൻ സിവിൽ സർവീസ് ട്രെയിനിങ് സെന്ററിന്റെ ഗൾഫിലുള്ള ഡീനായിട്ട് തന്നെ അപ്പോയിന്റ് ചെയ്തിരുന്നു. അവിടെ ക്ലാസ് കൊടുക്കുന്ന ഇതേപോലെ മാത്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഉത്തരം പറഞ്ഞു കൊടുക്കും എന്നൊക്കെ പറഞ്ഞു. അതിന്റെ 2-3 സാമ്പിൾ ക്ലാസ് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാനില്ല നിങ്ങളുടെ കൂടെ. അവർ ബിടെക്കും എംടെക്കും BSCയും MSCയും റാങ്ക് ഹോൾഡേഴ്സിനും ഒക്കെയാണ് കാശ് കൊടുത്തിട്ട് അവിടെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അവരുടെ ഇംഗ്ലീഷ് കേട്ട് കഴിഞ്ഞാൽ ഇറ്റ് ലുക്ക് സോ സ്റ്റുപ്പിഡ്. ഈ മലയാളികളുടെ ഇംഗ്ലീഷ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞു യു കനോട്ട് സെൽ ഇറ്റ് ഇൻ ഗൾഫ്. കാരണം ഗൾഫിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചർമാർ മിക്കവാറും നോർത്തുനിന്നും ഏതെങ്കിലും മെട്രോ സിറ്റി എന്നൊക്കെ പോയിട്ടുള്ളവർ സംസാരിക്കുന്ന ഇംഗ്ലീഷിന്റെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ. സി ഇറ്റ് ഈസ് നോട്ട് വാട്ട് യു സ്പീക്ക്, ദ വേ ഇൻ വിച്ച് യു സ്പീക്ക്, ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ബട്ടറ്റ് സ്റ്റിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ മലയാളത്തിലുള്ള ഇംഗ്ലീഷ് ഉണ്ടല്ലോ, കേൾക്കുമ്പോൾ അറപ്പ് വരും. അത് ഏത് പൊസിഷൻ ആയാലും ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഈസ് നോട്ട് ഗുഡ്, ഇറ്റ് ലുക്സ് ഓക്വേർഡ്. അപ്പൊ അത് മിക്കവാറും മലയാളികളുടെ വലിയൊരു ദൂഷ്യമാണ്. അത് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് മീഡിയം ടീച്ചർമാർ പോലും പഠിപ്പിക്കുന്ന ഇംഗ്ലീഷ് അവർക്ക് ഇംഗ്ലീഷ് ടീച്ചർമാരിൽ ചിലപ്പോൾ തുച്ഛമായിട്ട് കുറച്ച് പേരെങ്കിലും കാണും. അതൊഴിച്ച് ബാക്കിയുള്ള സബ്ജക്റ്റ് നമ്മുടെ ഈ ഇംഗ്ലീഷ് ക്ലാസ് 1 മണിക്കൂറും ബാക്കി 6 മണിക്കൂർ സബ്ജക്റ്റും അല്ലേ കേൾക്കണേ. അവരുടെ ഇംഗ്ലീഷ് നല്ലതെങ്കിൽ പിന്നെ എവിടെ ഇമ്പ്രൂവ് ആവും? അതിവിടെ മാത്രമല്ല, ബിടെക് ലെവലും എംടെക് ലെവലും MBA ലെവലിലും കുറേ ടീച്ചേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെയുള്ള ഒരു അബദ്ധത. അപ്പൊ അതിന് ചെയ്യേണ്ടത് യു ഹാവ് ടു ലിസൺ ടു സംബഡീസ് ലെക്ചർ, കീപ് ലിസണിങ്, മിമിക് ചെയ്യണം. ആ മിമിക് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാനൊക്കെ പണ്ട് ഈ കുറെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് റെക്കോർഡ് ചെയ്യും. ഇന്നൊക്കെയാണെങ്കിൽ ഇന്റർനെറ്റ് ഉണ്ട്, അന്ന് ഇന്റർനെറ്റ് ഒന്നും ഇല്ലാത്ത കാലത്ത് റെക്കോർഡറിൽ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കും. ഐ കീപ് ലിസണിങ് ടു ദ മെനി ടൈംസ്. ലിസണിങ് അല്ല, ഐ റിപ്പീറ്റ് ഇൻ ദ സെയിം സ്റ്റൈൽ. അപ്പൊ അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്റ്റൈല്, ഇപ്പം ഡിസ്കവറി ചാനലില് സ്റ്റൈലിലല്ല ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നത്. പക്ഷെ ഡിസ്കവറിയിൽ ഒരു ഇന്റർവ്യൂ വരികയോ ഡിസ്കവറിയിൽ ഒരു കമന്ററി കൊടുക്കുക, ഡിസ്കവറി ഡോക്ടർ DPS അടിച്ചു നോക്കാം. അവര് ഓഡിയോ ടെസ്റ്റ് ചെയ്ത സമയത്ത് ഉടനെ പറഞ്ഞു യാ യു ആർ ഫൈൻ, യു ക്യാൻ ഗോ അലൈവ്. കാരണം ആ സ്റ്റൈൽ ഒരു പ്രാവശ്യം കേൾക്കുമ്പോഴത്തേക്കും ഐ ക്യാൻ ചേഞ്ച് മൈ സ്റ്റൈൽ ഓഫ് ടോക്കിംഗ്. ആ ഒരു എബിലിറ്റിയാണ് നമ്മളെ കമ്മ്യൂണിക്കേഷൻ നന്നാക്കുക. അപ്പൊ കേൾക്കുക, മിമിക് ചെയ്യുക. മിമിക് ആസ് ഇഫ് യു ആർ ടോക്കിംഗ്. ആരെയാണോ കേൾക്കുന്നത് അവര് പറയുന്നത് പോലെ മിമിക് ചെയ്യുക. യു ലിസൺ ടു സംബഡി സ്റ്റൈൽ ആൻഡ് ലുക്ക് അറ്റ് ഹൗ ഹി സ്പീക്സ് ആൻഡ് ദെൻ മിമിക് ദം. എല്ലാവരുടെയും നന്നാവണമെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ ആഫ്രിക്കൻ സംസാരിക്കുന്നതും നമ്മളെ കേരള സംസാരിക്കുന്നതും ആന്ധ്രയും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. ബട്ട് മിനിമം സ്റ്റാൻഡേർഡ് ഈസ് വണ്ടർഫുൾ. സോ ലിസൺ ടു സംബഡി ടോക്ക്. മേ ബി ഐ വിൽ നോട്ട് ബി ഏബിൾ ടു എവർ ഇൻ മൈ ലൈഫ് ക്യാൻ ടോക്ക് ലൈക്ക് ശശി തരൂർ, റൈറ്റ്? ബട്ട് നമുക്ക് പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു മാറ്റം. ഞാനും പഠിച്ചത് സാധാരണ മലയാളം മീഡിയം ഒരു കുഗ്രാമത്തിലാണ്. ബട്ട് ഇറ്റ്സ് ഓൾ പ്രാക്ടീസ്. ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ ഈസ് ജസ്റ്റ് പ്രാക്ടീസ്, കമ്മ്യൂണിക്കേഷൻ ഈസ് ജസ്റ്റ് റിപ്പീറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ ഈസ് മെമ്മറൈസിങ്. ആ എത്ര വൊക്കാബുലറി മെമ്മറൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതല്ല, അത് എവിടെയൊക്കെ ആപ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്നും കൂടി അറിയാം. ദാറ്റ്സ് ഹൗ യു ഷുഡ് ഇംപ്രൂവ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അത് ലെക്ചർ കേട്ടോണ്ട്, കമ്മ്യൂണിക്കേഷന്റെ ലെക്ചർ കേട്ടിട്ട് ഇന്ന സ്റ്റൈലിൽ നിന്ന് കേട്ടോണ്ട് കാര്യമില്ല. നമുക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളോ ഇഷ്ടമുള്ള സബ്ജക്റ്റുകളോ ജസ്റ്റ് ലിസൺ ടു ദം. ദാറ്റ്സ് വാട്ട് യു ഷുഡ് ഡു. അല്ല, നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളും ഈ 10ാം ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത്, പണ്ടൊക്കെ ആണെങ്കിൽ വായനയൊക്കെ വേണം. 10ാം ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ടെക്സ്റ്റ് വായിച്ചിട്ട് അതിന്റെ റെഫറൻസും, ഞാൻ പറഞ്ഞ ഈ ഡിക്ഷണറി, അത് ഓഡിയോ കേൾക്കുക, ദെൻ ഗോ ടു ദാറ്റ് സം വെബ്സൈറ്റ്, ഏതെങ്കിലും ഡോക്യുമെന്ററീസ് കാണുക. ഇപ്പം നമ്മളിപ്പോൾ വിവേകാനന്ദനെ കുറിച്ചോ നാരായണ ഗുരുവിനെ കുറിച്ചോ പഠിക്കാന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ വിശ്വേശ്വരയ്യനെ കുറിച്ചുള്ള ഒരു ടെക്സ്റ്റ് ഒരു ചാപ്റ്ററാണ്. ഗോ ആൻഡ് ലിസൺ ടു സം ഡോക്യുമെന്ററി കാണുക, ഡോക്യുമെന്ററി കണ്ട അയാളെ കുറിച്ച് പഠിക്കാം. സോ കീപ് ലിസണിങ്. ഞാനിപ്പോ ബലൂചിസ്ഥാന്റെ, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ ഡോണ്ട് നോ വാട്ട് ബലൂചിസ്ഥാൻ ഈസ്, പക്ഷെ ഐ വാണ്ട് ടു ലിസൺ ടു ദ ഡിഫറെന്റ് വ്യൂസ് ഓഫ് പീപ്പിൾ അറ്റ് ഡിഫറെന്റ് സ്റ്റൈൽ. നോ, അത് കേട്ടിട്ട് ബലൂചിസ്ഥാൻ ഐ കീപ് അപ്ഡേറ്റ്. അപ്പൊ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ഡോണ്ട് ജസ്റ്റ് റീഡ്. ഇപ്പൊ നമ്മള് പ്രീ ഇൻഡിപെൻഡൻസ് ബലൂചിസ്ഥാൻ, മഹാത്മാഗാന്ധിയുടെ ഫോളോവർ ബലൂചിസ്ഥാൻ ഉണ്ടായിരുന്നു. ഗോ ആൻഡ് ഗൂഗിൾ ആൻഡ് ദെൻ ലിസൺ ടു ദം വൺസ്.
സോ ഇറ്റ് ലുക്സ് ലൈക്ക് എ സ്റ്റോറി, ഇറ്റ് ലുക്സ് ലൈക്ക് എ നമ്മുടെ മുമ്പിലുള്ള ഒരു ഡ്രാമയായിട്ട് മാറും നമ്മുടെ പഠിക്കുന്ന വിഷയങ്ങളൊക്കെ. ഐ ക്യാൻ വിഷ്വലൈസ്. ദ സ്റ്റഡി ബിക്കംസ് മോർ അട്രാക്റ്റീവ് ഓൺലി വെൻ യു ക്യാൻ വിഷ്വലൈസ് ഇറ്റ്. നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ, വൈ ഡിഡ് ഐ ആസ്ക് യു ടു കം ഫോർ എ ജിമെറ്റ്? ഓൺ ഫോൺ ആവുന്ന സമയത്ത് ഐ കനോട്ട് സീ യു. ആ വിഷ്വലൈസ് ചെയ്യുമ്പോഴാണ് ദ ഇമ്പാക്ട് ഇംപ്രൂവ്സ്. അപ്പോൾ നമ്മൾ കേൾക്കുമ്പോഴും ഒക്കെ അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. സോ ഡോക്യുമെന്ററീസ് വിൽ ഹെൽപ്പ് യു ടു ഇംപ്രൂവ് യുവർ വിഷ്വലൈസേഷൻ സ്കിൽ, ഓൾസോ ടു ഇംപ്രൂവ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഇത് സംസാരിക്കാൻ സ്കൂളിലാണെങ്കിലും ഇവരുടെ ടീച്ചേഴ്സോ ഒന്നും ഫർഗെറ്റ് അബൌട്ട്. ദർ ഇസ് നോ പോയിന്റ് ഇൻ ഫൈൻഡിങ് ഫാൾട്ട്. ഞാനൊരു കാഷ്വൽ ആയിട്ട് പറഞ്ഞു എന്നല്ലാതെ കുറെ കുറ്റങ്ങൾ നമുക്ക് പറയാം. ബട്ട് ദർ ഇസ് നോ പോയിന്റ് ഇൻ ഫൈൻഡിങ് ഫാൾട്ട്, ബിക്കോസ് ആ സിറ്റുവേഷനിലാണ് ജീവിക്കുന്നത്. സോ ഹൗ കൻ ഐ ഇംപ്രൂവ്, വാട്ട് കൻ ഐ ഡു ടു ഇംപ്രൂവ് മൈസെൽഫ് എന്നാണ് ആലോചിക്കേണ്ടത്. അതിനുള്ള മെത്തഡാണ് ഞാനിപ്പോ പറഞ്ഞത്. കോൺഫിഡൻസ് ഇല്ല, നമ്മൾ തെറ്റാണ് അവര് സംസാരിക്കും, പക്ഷേ നമുക്കിപ്പം ഞാനൊരു 8ാം ക്ലാസ്സിലെ ഐക്കോൺ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കാണണം. സാധാരണ മലയാളം മീഡിയത്തിലുള്ള 8th ഗ്രേഡിലുള്ള പാലക്കാടുള്ള മോസ്റ്റ് ഓഫ് ദ ടീച്ചേഴ്സ് ആൻഡ് പാരന്റ്സ് സേ ദാറ്റ് നോ they will not improve, they will not become good. അവരെ നേരെ കൊണ്ടുപോയിട്ട് 3 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ദെൻ ദേ ബിക്കം ഗുഡ്. ആ കോൺഫിഡൻസ് ബിൽഡിംഗ് ആണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. നീന്തം പഠിക്കണമെങ്കിൽ ആദ്യം വെള്ളത്തിൽ ചാടാനുള്ള കോൺഫിഡൻസ് വേണം. അതുപോലെ that's a different workshop. I cannot do it just like that. അതിന് ആദ്യം വേണ്ടത്, ഇപ്പൊ 2 പേരും യെസ് യു വാണ്ടഡ് ടു ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ് എന്നാണെങ്കിൽ കം ബാക്ക് വിത്ത് സ്പെസിഫിക് 10 ക്വസ്റ്റ്യൻസ്. ആ പാക്ക് ഇന്റർവ്യൂ കാണാം. അവരൊക്കെ അങ്ങനെ ഇംപ്രൂവ് ചെയ്യുന്നതാണ്. ഡിസൈഡ് ദാറ്റ് ഐ വാണ്ട് ടു ടോക്ക് ടു ഡോക്ടർ TPS. ആസ്ക് ഫ്യൂ ക്വസ്റ്റ്യൻസ് ടു നോ ഹൂ ഈസ് ഡോക്ടർ TPS. ബേസിക് ആയിട്ട് നമ്മളൊരാളെ കാണുന്ന സമയത്ത് ഇറ്റ്സ് നത്തിങ് റോങ്. നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഹൈദരാബാദിൽ നിന്ന് ദമാം വരെ യാത്ര ചെയ്യുമ്പോൾ 3.5 മണിക്കൂർ എൻ്റെ തൊട്ടടുത്തിരുന്ന ഇതേ പ്രായമുള്ള 9ാം ക്ലാസ്സിലെ ഒരു കുട്ടി 10ാം ക്ലാസ്സിലേക്ക് പോകുന്നു. 3.5 hours. I must have asked him 100 questions to him. ദമാമിന്റെ വിദ്യാഭ്യാസം എങ്ങനെയാ പഠിക്കുക, ആരാ പഠിപ്പിക്കുക, ആരൊക്കെ ഉണ്ട് വീട്ടില്, ഒരു ചോദ്യം പോലും ആ 3 മണിക്കൂറിനുള്ളിൽ ഇങ്ങോട്ട് ചോദിച്ചിട്ടില്ല ആ പയ്യൻ. നമ്മളൊരാളോട് 3.5 മണിക്കൂർ ഫ്ലൈറ്റിൽ അടുത്തിരിക്കുമ്പോൾ സംസാരിച്ചാല് തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുള്ള ഒരു ബോധം വേണ്ടേ? അത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ കുറവല്ല, ബോധമില്ലായ്മ. ആദ്യം വേണ്ടത് ആ ബോധം. കമ്മ്യൂണിക്കേഷനൊക്കെ വരും. പുട്ട് ഇൻ ടു ദാറ്റ്. ഐ എം ഷുവർ ഈ ലെവലിലൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും വരില്ല. നമ്മൾ വലിയ നേതാക്കന്മാരെയൊക്കെ കാണുന്നുണ്ടല്ലോ, അവരൊക്കെ വലിയ പൊസിഷനിലുള്ള ആൾക്കാരെ കാണും. അവരുടെ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ അബദ്ധമായി. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ ക്യാൻ സ്പീക്ക് ഗുഡ് ഇംഗ്ലീഷ് ഓർ ഗുഡ് ഹിന്ദി, ബട്ട് ദ കോൺഫിഡൻസ് ഇൻ വിച്ച് ഐ സ്പീക്ക് മേക്സ് ഇറ്റ് ഷുവർ ദാറ്റ് നോ ഐ ആം ഇൻ ലൈൻ വിത്ത് ദ പീപ്പിൾ അറൗണ്ട് മീ. അത് അത്യാവശ്യമായിട്ട് വേണം. അതുകൊണ്ട് ഇംപ്രൂവ് ചെയ്യാം. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. പ്രാക്ടീസ് 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 പ്രാക്ടീസ്. അല്ല, അതിന് ചെയ്യേണ്ടത് റൈറ്റ് ഡൗൺ 10 questions and come back to me. എന്നോട് വേണമെന്നില്ല, ആരോടെങ്കിലും 10 ചോദ്യം എല്ലാ ദിവസവും. 101 ചോദ്യങ്ങൾ എന്നിട്ടൊരു മലയാളം സിനിമയുണ്ട്. ലുക്ക് അറ്റ് ഇറ്റ്. ഹൗ ഡു യു ആസ്ക് ക്വസ്റ്റ്യൻസ്? അതാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. എല്ലാവർക്കും ഉണ്ടാവില്ല അത്. അതുണ്ടാവണമെങ്കിൽ കുറച്ച് ഒരു ബോധം വേണം. ഗുഡ് ഇനഫ്. തിരുവനന്തപുരത്ത് എവിടെയാ? കൊല്ലത്ത്. ശൂരനാട് വലിയ പ്രസിദ്ധമായ സ്ഥലല്ലേ ശൂരനാട്? അല്ലെ കുഞ്ഞമ്പിള്ളയാ? ഞാൻ ഹൈദരാബാദിലായിട്ടുള്ളൂ. ഞാൻ വർക്കലയിൽ വന്നിട്ടുണ്ട്. വർക്കല ഭാഗത്തൊക്കെ 1-2 കോളേജിലും സ്കൂൾസിലും ക്ലാസ് എടുക്കാനൊക്കെ വന്നിട്ടുണ്ട്. MGM സ്കൂൾ ഉണ്ട് അവിടെ. എവിടെയായിരുന്നു? ഓക്കെ, ഞാൻ മൽക്കാജിഗിരി. മുഷീറാബാദ് ജയിലല്ലേ? ആരാള്ള കൂടെ? What is he doing? ബിസിനസ് ആണ്. ഓക്കെ, ഉണ്ടോ അടുത്ത്? ഇന്റീരിയർ ഡിസൈനിങ്. കണ്ടിട്ടുണ്ടോ അറിയില്ല. മുഷീറാബാദ് ഞാൻ കുറെ കൊല്ലം 10-35 കൊല്ലായി. 35 years I'm in Hyderabad.
ഞാൻ ഇന്ന് അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ കാണാൻ ഇതുണ്ടായി. അപ്പൊ എനിക്ക് എന്തായാലും ഞാൻ ഗൂഗിൾ ചെയ്ത് നമ്പർ എടുത്ത് സാറിനോടൊന്ന് സംസാരിക്കാം. എനിക്ക് തോന്നുന്നു വേറെ ആരെക്കാളും സംസാരിക്കുന്നതിനേക്കാളും ഞാൻ അങ്ങനെ ആരെയും വീഡിയോസ് ഇങ്ങനെ അല്ല കാണുക. ഡോക്ടർ TPS എന്ന് അടിച്ചു കഴിഞ്ഞാൽ യു ഹാവ് പ്ലെന്റി ഓഫ് നോ കുറേ ഉണ്ട്. കുട്ടികളുടെ വേർ ടു സ്റ്റഡി, വാട്ട് ടു സ്റ്റഡി, ഹൗ ടു സ്റ്റഡി എന്നൊക്കെയുള്ള ഒരു ചാനൽ തന്നെയുണ്ട്. ഓക്കെ, അത് എനിക്ക് തോന്നിയത് കാരണം നമ്മൾ പുസ്തകം പഠിക്കുന്ന അല്ലാതെ നമ്മൾ എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, അതൊക്കെ എനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞല്ലാതെ വേറൊരാൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഇദ്ദേഹം എന്ത് ചെയ്യണു? ഞാൻ ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫ് അല്ല, ഹാപ്പി ഹോം മേക്കർ. എന്റെ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ സാധാരണ മക്കളെ വഴക്ക് പറയും. ആ ഒരു ABCയുടെ ഒരു വീഡിയോയും പിന്നെ ഞാൻ അല്ലാതെ ഫേസ്ബുക്കിൽ ഞാനൊന്ന് ജസ്റ്റ് നോക്കി, അത്രേ ഉള്ളു. പക്ഷെ ഞാൻ ആ ഒറ്റ ഒരു വീഡിയോ കണ്ടപ്പോ തന്നെ ഞാനിങ്ങനെ വിചാരിച്ച സാറുമായിട്ട് ഇവരെ ഒന്ന് സംസാരിപ്പിക്കാം, എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുമല്ലോ, അല്ലെങ്കിൽ എന്ത് ഇംപ്രൂവ് ചെയ്യണം. അല്ല, ഞാൻ കേരളത്തിൽ കുറേ സ്ഥലത്ത് ഒരു പ്രോഗ്രാമായിട്ട് വിസിറ്റ് ചെയ്തിരുന്നു. അത് ഡെസ്റ്റിനേഷൻ IAS എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ അടുത്ത കാലത്ത് കോട്ടയത്ത് ഒരു 5 ദിവസം, ആലപ്പുഴയിൽ 2 ദിവസം, എഗെയിൻ കോട്ടയത്ത് ഒരു 3 ദിവസം, ചില സ്കൂൾ ബേസ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഇമ്പ്രൂവ്മെന്റിനൊക്കെ. അത് ബേസിക് ആയിട്ടുള്ള ഇത്തരം പഠന രീതികളാണ്. ഒരു വർക്ക്ഷോപ്പ് പോലെ ഒരു 5 days ഒക്കെയാണ്. അത് 7ാം ക്ലാസ് മുതൽ ഡെസ്റ്റിനേഷൻ IAS എന്ന് പറഞ്ഞാൽ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇമ്മീഡിയറ്റ് അക്കാഡമിക് സക്സസ് എന്നാണ്. ഇൻസ്പയർ, ആസ്പയർ, സക്സസ്. എങ്ങനെ ഹൈ ലെവലിലേക്ക് നമുക്ക് ആസ്പിറേഷൻസ് ഉണ്ടാക്കാം. അപ്പൊ അത് കുട്ടികൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ വിൽ ബിക്കം ഗുഡ്. നമ്മുടെ വലിയ സഹായം ഒന്നും ആവശ്യമില്ല. അപ്പൊ എങ്ങനെ ഞാൻ സാറിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ വിചാരിച്ച് സംസാരിക്കാൻ പറ്റി. ഇതിടാലോ അല്ലേ യൂട്യൂബില്? ഇതാ സാർ. താങ്ക് യു സോ മച്ച്. താങ്ക്സ്.